വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ കർഷക പ്രശ്നങ്ങൾ സജീവമാകുന്നു. കോൺഗ്രസിന്റെ കാർഷിക നയങ്ങളെ ചോദ്യം ചെയ്ത ഇടത് കർഷക സംഘടനകൾ സംഘടിപ്പിക്കുന്ന കർഷക പാർലമെന്റ് ഇന്ന് ഉച്ചയ്ക്ക് പുൽപ്പള്ളിയിൽ നടക്കും. 5000-ലധികം കർഷകരെ പങ്കെടുപ്പിക്കാനാണ് LDFന്റെ തീരുമാനം. വയനാട്ടിലെ കാർഷിക മേഖലയായ പുൽപ്പള്ളിയിലെ വിജയ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെയാണ് ഇടത് കർഷക സംഘടനകളുടെ കർഷക പാർലമെന്റ് നടക്കുക. വൈകിട്ട് 5-ന് പുൽപ്പള്ളി ടൗണിൽ കർഷക റാലിയും നടക്കും. ഓൾ ഇന്ത്യ കിസാൻ സഭ പ്രസിഡന്റ് അശോക് ദാവ്ളെ, മാധ്യമപ്രവർത്തകൻ പി സായിനാഥ്, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, MP വീരേന്ദ്രകുമാർ, MV ഗോവിന്ദൻ, അഖിലേന്ത്യാ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറി വിജു കൃഷ്ണൻ, P കൃഷ്ണപ്രസാദ്, CK ജാനു തുടങ്ങിയവർ പങ്കെടുക്കും. നാളെ നിലമ്പൂരിലും LDF കർഷക പാർലമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാസം 14-ന് കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് 1 ലക്ഷം പേരെ മണ്ഡലത്തിൽ പ്രചാരണത്തിനിറക്കാനും ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് മറുപടിയായി 16-ന് കർഷക റാലി സംഘടിപ്പിക്കാനാണ് UDF തീരുമാനം. കർഷകന്റെ അതിജീവനം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും അതേപോലെ തന്നെ കർഷകരുടെ സാമ്പത്തിക ഘടനയുടെ പരിപോഷണവുമാണ് വേണ്ടതെന്ന് നമ്മുടെ കർഷക സംഘടന വയനാട് കർഷക കൂട്ടായ്മ ആവശ്യപ്പെടുന്നു. 2000-ന്റെ ആദ്യ 2 ദശകങ്ങളിൽ മാത്രം 2000-ലധികം കർഷകർ ആത്മഹത്യ ചെയ്ത വയനാട്ടിൽ കർഷക കടങ്ങൾ എഴുതിത്തള്ളാനും പലിശരഹിത കാർഷിക വായ്പകൾ നൽകി കൃഷിക്കാർക്ക് പിന്തുണയേകാനും തയ്യാറാവാത്തവർക്ക് വോട്ടില്ലെന്ന് തീർത്തു പറയുകയാണ് വയനാട്ടിലെ കർഷകർ. മീഡിയ 1 വയനാട്.